വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയൊക്കെ തന്നെ സഹായത്തോടു കൂടി ഇവിടുത്തെ മറ്റ് ജനപ്രതിനിധിയുടെയൊക്കെ തന്നെ സഹായത്തോടു കൂടി അടിയന്തരമായിട്ട് അവർക്ക് വീട് പൂർത്തീകരിക്കാനും സുരക്ഷിതമായിട്ടുള്ള ഒരു വീട് നൽകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായിട്ടും ഞങ്ങൾ സഹകരിക്കും. നമുക്ക് പുതിയ കെട്ടിടങ്ങൾ വന്നു, പുതിയ ഉദ്ഘാടന കർമ്മം വരെ കഴിഞ്ഞു. പക്ഷെ ഇന്ന് വരെയെങ്കിലും ആ ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ ഏതെങ്കിലും റൂം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്നും കൂടി നിങ്ങളൊന്ന് തിരക്കണം. ഒരെണ്ണം പോലും ഇന്ന് വരെയും കുട്ടികൾ ഈ എന്ത് അത്യാഹിതമായിട്ട് ചെറിയങ്കീഴ് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നാലും അവരപ്പോഴും മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവർ ചെയ്യുന്നത്. ഇപ്പോ എന്താണ് പ്രാഥമികമായിട്ട് അറിഞ്ഞിട്ടുള്ളത്? പ്രാഥമികമായിട്ട് അറിഞ്ഞിട്ടുള്ളത് വിഷയം വളരെ വേദനാജനകമായിട്ടുള്ള വിഷയമാണ്. 8 വയസ്സുള്ള ഇൽഷ എന്ന് പറയുന്ന കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചു വീട്ടിനുള്ളിൽ എന്നാണ്. ഉറങ്ങി കിടക്കുമ്പോഴാണ് പാമ്പ് കടിയേറ്റത് എന്നാണ് മനസ്സിലാക്കുന്നത്. വെളുപ്പാൻ രാവിലെ കുട്ടി കടിയേറ്റ് കരച്ചതിന് ശേഷമാണ് വീട്ടുകാർ അറിയുന്നത്. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചെറിയങ്കീഴ് താലൂക്ക് ആശുപത്രിയിലും അതിനുശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കൊണ്ടുപോയി. കുട്ടി മരണം അടയുകയാണ് ചെയ്തത്. കുട്ടിയുടെ അച്ഛൻ ദിലീപ് കൂലിവേല ചെയ്യുന്ന ആളാണ്. അമ്മ അനു പിന്നെ ഇവിടെ അടുത്തുള്ള ഒരു DTP സെന്ററിൽ വർക്ക് ചെയ്യുന്നു. ഇതിന്റെ ഇളയത് ഒരു പെൺകുട്ടിയാണ്, 4 വയസ്സുള്ള അംഗൻവാടിയിൽ പോകുന്ന കുട്ടിയാണ്. ഈ കുട്ടി 2ാം ക്ലാസ്സിലാണ്. ഇനി ജയിച്ച് 3-ലാവേണ്ട കുട്ടിയാണ്, അല്ലെ 3ാം ക്ലാസ്സിലോട്ട് വരേണ്ട കുട്ടിയാണ് ഈ മരണം അടഞ്ഞ കുട്ടി. ചെറിയങ്കീഴ് നോബൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോ ഈ പാമ്പിന്റെ ശല്യമുണ്ട് എന്നൊരു പരാതി ഉയർന്നിട്ടുണ്ടോ ഈ ഭാഗത്ത് നിന്ന്? ഇപ്പോൾ നമ്മൾ ചിലരോട്ട് സംസാരിച്ചപ്പോൾ പാമ്പിന്റെ ശല്യം ഉണ്ട്, അല്ലെങ്കിൽ വീട്ടിലൊക്കെ പെരുമ്പാമ്പ് വന്നിട്ടുണ്ട് എന്നൊരു പ്രതികരണം കേൾക്കേണ്ടായി. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിരുന്നോ? അല്ല, പാമ്പിന്റെ ശല്യം നേരത്തെ ഉണ്ടോ എന്നുള്ളത് അത്തരത്തില് നമുക്കൊരു അറിവില്ലായിരുന്നു. നമ്മൾ അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു വേറെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വേറൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവിടെ സംഭവിച്ചിട്ടുമില്ല. ചൂടുമായി ബന്ധപ്പെട്ടായിരിക്കും ഒരു പക്ഷെ വീട്ടിനുള്ളിൽ പാമ്പ് കടന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ കുട്ടി കട്ടിൽ കിടക്കുകയായിരുന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് ചൂട് എന്നുള്ളതിൽ കുട്ടി തറയിൽ ഇറങ്ങി കിടക്കുമ്പോഴാണ് പാമ്പ് കടിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വീടിന്റെ അവസ്ഥ നമ്മൾ കണ്ടിരുന്നു, വളരെ പരിതാപകരമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ വീടിന്റെ അപേക്ഷ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമോ? എന്തെങ്കിലും തീരുമാനം? ഈ കുടുംബത്തിന് നേരത്തെ ഗ്രാമപഞ്ചായത്തിന്റെ 3 സെന്റ് കൊടുത്തതാണ്. ഈ ദിലീപിന്റെ അമ്മയുടെ പേർക്ക് ബേബി കമ്പിത്തിട്ടയിൽ മൂലയിൽ വീട് എന്നുള്ള അഡ്രസ്സിൽ 3 സെന്റ് കിട്ടിയതാണ്. പക്ഷെ അതിനുശേഷം ലൈഫ് ഭവന പദ്ധതിയിലും PMAY ആപ്ലിക്കേഷൻ ഇട്ടിരുന്നു. ഇപ്പൊ PMAYയുടെ ഒരു 2025 മെയിൽ അവർ അഗ്രിമെന്റ് ചെയ്തു. ഇത് കുടിയെടുപ്പ് കിട്ടിയതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൂടെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അതൊരു വൈകിയത്. ഏതായിരുന്നു അവരെ ഇപ്പോ PMAY ഗ്രാമപഞ്ചായത്ത് 85 വീട് കൊടുക്കുന്നു. അതിൽ അവരുടെ ലിസ്റ്റ് അഗ്രിമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ പ്രഖ്യാപനം കഴിഞ്ഞാൽ 4-ാം തീയതി കഴിഞ്ഞാൽ അവർ അക്കൗണ്ടിലോട്ട് പൈസ വരാൻ സാധ്യതയുണ്ട്. അഗ്രിമെന്റ് ചെയ്തിട്ട് 4-5 മാസമായി ബേബിയുടെ പേരിൽ, അതായത് ദിലീപിന്റെ അമ്മയുടെ പേരിൽ. ഇപ്പോ ഇനി ഒരു കുട്ടി കൂടി ഉണ്ട്. അപ്പൊ അതിന്റെ സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കേണ്ടത് ഇപ്പോൾ മാതാപിതാക്കളുടെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും നടപടി ഉണ്ടാകും? അല്ല, അത് ഈ വീടിന്റെ ഇപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിന് PMAY വീടിന്റെ അഗ്രിമെന്റ് ചെയ്ത് ഫസ്റ്റ് ഗഡുപ്പ് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയൊക്കെ തന്നെ സഹായത്തോടു കൂടി ഇവിടുത്തെ മറ്റ് ജനപ്രതിനിധിയുടെയൊക്കെ തന്നെ സഹായത്തോടു കൂടി അടിയന്തരമായിട്ട് അവർക്ക് വീട് പൂർത്തീകരിക്കാനും സുരക്ഷിതമായിട്ടുള്ള ഒരു വീട് നൽകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായിട്ടും ഞങ്ങൾ സഹകരിക്കും. ഇപ്പോൾ സംസ്ഥാനത്ത് ഈ ആഴ്ചയിൽ ഇത് 3ാമത്തെ മരണമാണ് ഈ പാമ്പ് കടിയേറ്റ് മരിക്കുന്നത്. അപ്പോ ഒരു ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എല്ലാവരും, അല്ലെ? കൃത്യമായിട്ട് ജാഗ്രത വേണ്ടതാണ്. അത് പിന്നെ ബന്ധപ്പെട്ട ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ തന്നെ അത്തരത്തിൽ വളരെ കൃത്യമായിട്ട് ജനങ്ങളെ അവബോധം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് പ്രാദേശിക തലത്തിൽ അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകണമെന്നുള്ളതാണ് കാര്യം. ഇപ്പോഴും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ധാരാളം ആളുകളുണ്ട്, വീട്ടുകാരുണ്ട്. അതിന്റെയൊക്കെ ഒരു പരിണിത ഫലമാണ് ഇത് കാണുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു പാമ്പിനെ കണ്ടെത്തി കൊന്നു. അപ്പൊ ഇനി എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പരിശോധന, അല്ലെങ്കിൽ വനം എന്തെങ്കിലും മറ്റാരെങ്കിലും വന്നെങ്കിലും പരിശോധന, അങ്ങനെ എന്തെങ്കിലും നടപടി ഉണ്ടാകും? അത് വേണ്ടതാണ് കാര്യം. തുടർ പരിശോധനകളും അത്തരത്തിലുള്ള ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് നിരന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതാണ്. ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെയൊക്കെ ഭാഗമായിട്ട് അത് ഉണ്ടാകേണ്ടതാണ്.
അത് അത്തരത്തിൽ ഉള്ള ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ബന്ധപ്പെടൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അറിയിക്കുക. ഇപ്പോൾ കുട്ടിയുടെ മരണം വേദന ഉണ്ടാക്കുന്നതാണ്. അതിലുപരി ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. വേണ്ട രീതി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, അങ്ങനെ ഒരുപാട് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി ചോദിച്ചത്? രാവിലെ 2 മണിയാകുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ തന്നെ അച്ഛനും അമ്മയും കൂടെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് കുഞ്ഞിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല എന്നവർ പറഞ്ഞതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മുടെ ചിറയൻകീഴ് ആശുപത്രിയെ സംബന്ധിച്ച് ഒരുപാട് പഞ്ചായത്തുകൾ ആശ്രയിക്കുന്ന, ഒരുപാട് ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ ചിറയൻകീഴ്. അതിന്റെ അനാസ്ഥ എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഒരുപാട് പരാതികൾ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു പക്ഷേ നമുക്ക് പുതിയ കെട്ടിടങ്ങൾ വന്നു, പുതിയ ഉദ്ഘാടന കർമ്മം വരെ കഴിഞ്ഞു. പക്ഷെ ഇന്ന് വരെയെങ്കിലും ആ ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ ഏതെങ്കിലും റൂം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്നും കൂടി നിങ്ങളൊന്ന് തിരക്കണം. ഒരെണ്ണം പോലും ഇന്ന് വരെയും കുട്ടികൾ ഈ എന്ത് അത്യാഹിതമായിട്ട് ചിറയൻകീഴ് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നാലും അവരപ്പോഴും മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവർ ചെയ്യുന്നത്. അടിയന്തര ഘട്ടമായിട്ട് അവര് ഒരു പക്ഷെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇത് കൊടുക്കാം, എന്നിട്ട് അപ്പോഴേ അവരെ കൃത്യമായിട്ട് നോക്കുകയോ ആ ചികിത്സ കൃത്യമായിട്ട് കൊടുക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുഞ്ഞ് ജീവിച്ചിരിക്കുമായിരുന്നു. 8 വയസ്സായ കുഞ്ഞ് ഇനി എത്രയോ വർഷം ജീവിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും 8 വയസ്സ് വരെ അവനെ നോക്കി വളർത്തിയ അമ്മ അകത്ത് നിന്ന് വാവിട്ട് കരയുന്നുണ്ട്. അവനെ ഒരു പക്ഷേ രക്ഷിക്കാമായിരുന്നു, അവരൊന്ന് നോക്കിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അവരതിന് പോലും മെനക്കെടാതെ അപ്പോഴേ മെഡിക്കൽ കോളേജിൽ പോകാനാണ് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ആളുകളിൽ രോക്ഷമുണ്ടാകും ജനങ്ങൾ. കാരണം ഈ ഇരിക്കുന്ന ജനങ്ങളിൽ അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ജനങ്ങളിൽ ഒത്തിരി പേര് 80% ആൾക്കാരും ഇതുപോലെ ഒരു അരക്ഷിതാവസ്ഥ അനുഭവിച്ചവരാണ്. എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യമായിട്ട് ചെല്ലുന്ന സമയത്ത് ചിറയൻകീഴിൽ അപ്പോഴേ റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്, മെഡിക്കൽ കോളേജിലേക്ക് പൊയ്ക്കോളാൻ പറയുകയാണ് ചെയ്യുന്നത്. അത് ഒരുപാട് ദൂരമുണ്ട് ഇവിടുന്ന് മെഡിക്കൽ കോളേജ്. തീർച്ചയായിട്ടും 1 മണിക്കൂർ യാത്രയുണ്ട്. അത് ആംബുലൻസിലല്ല പോകുന്നതെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറും അല്ല. നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ എന്ത് ദൂരം ഉണ്ടെന്നോ തിരുവനന്തപുരം വരെ എത്താൻ. അതെ, ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് ഒരുപാട് കെട്ടിടങ്ങൾ ഇപ്പൊ പുതുതായിട്ട് നിർമ്മിച്ച് ഉദ്ഘാടനം കഴിഞ്ഞതാണ്. പക്ഷേ പ്രവർത്തനക്ഷമതമായിട്ടുള്ളത് വളരെ തുച്ഛമായ സ്ഥലം മാത്രമാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ആശുപത്രി നേരിടുന്നത്? ഇപ്പൊ ആൾക്കാരുടെ കുറവ്, അങ്ങനെ ഉദ്യോഗസ്ഥരുടെ കുറവ്? അതെ, അത് ഉണ്ടാവും. കാരണം ഹോസ്പിറ്റൽ ഇതിപ്പോഴും നമുക്ക് പലപ്പോഴും കാണാൻ പറ്റില്ല, കാഷ്വാലിറ്റിയിൽ ഇരിക്കുന്നത് മുഴുവൻ PG കഴിഞ്ഞ കുട്ടികളായിരിക്കും. അവർക്ക് നിർബന്ധിത പരിശീലനം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട കുട്ടികളായിരിക്കും അവിടെ ഇരിക്കുന്നത്. അല്ലാതെ നമുക്ക് കൃത്യമായിട്ട് ഒരു ചികിത്സാ സംവിധാനം ഇന്ന് വരെയും ചിറയൻകീഴ് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഈ ആശുപത്രിക്കെതിരെ എന്തെങ്കിലും പ്രതിഷേധം അല്ലെങ്കിൽ അത് നേരെയാക്കാനുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ? നേരെയാക്കാൻ നമുക്ക് ശ്രമിക്കാം എന്നുള്ളത് മാത്രമേ പറ്റത്തുള്ളൂ. പ്രതിഷേധം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും, പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. കാരണം ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവന് വേണ്ടിയിട്ട് പ്രതിഷേധിക്കും. നമുക്ക് തിരിച്ചു കിട്ടില്ല എങ്കിൽ പോലും നമുക്ക് പ്രതിഷേധിക്കും, ഉറപ്പായിട്ടും പ്രതിഷേധിക്കും. ഇങ്ങനെ സംഭവിക്കാതെ. അതെ, തീർച്ചയായിട്ടും. ഞാനും ഒരു അമ്മയാണ്. നമുക്ക് ഈ നാടും നഗരവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പ്രദേശം ഇതുപോലെ ഒത്തിരി പ്രദേശങ്ങൾ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം ഇതുപോലെ ഈ ഒരു സമയത്ത് ഇഴജന്തുക്കൾ ഒരുപാട് കൂടുതലുള്ള സമയം കൂടെയാണ്. ഈ ഒരു കുഞ്ഞിനുണ്ടായ ഇത് വേറൊക്കെ വന്നുകൂടാ എന്നില്ല. നാളെ വീടിന്റെ അവസ്ഥ അറിയാലോ, അപ്പൊ ശ്രദ്ധയിൽപ്പെട്ടിരുന്നല്ലോ. അപ്പൊ ഇനി എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ? ഈ വീട് എന്ന് പറയുന്നത് ഇവർ കുറച്ച് ബാക്കിലായിട്ടായിരുന്നു കുറച്ച് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അന്ന് അവർക്ക് വഴിയുടെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് കുറച്ച് മുന്നോട്ട് കൊടുത്തതും. ഇപ്പൊ അവർക്കത് പതിച്ച് കിട്ടി. ഇപ്പൊ കുറച്ച് നാളെ ആയുള്ളൂ പതിച്ച്. തീർച്ചയായിട്ടും ആ ഫ്രണ്ട് സൈഡൊക്കെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴേ അവർക്ക് വീടിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി. ഇപ്പൊ വിയോനെ വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് 3 മാസത്തിനകത്ത് വെച്ച് അവർക്ക് വീടിനുള്ള എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഫസ്റ്റ് ഗഡുവൊന്നും വന്നിട്ടില്ല. അവർക്ക് എഗ്രിമെന്റ്, അതായത് പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കുന്നതുകൊണ്ട് ഒരിക്കലും അവർക്ക് ഫസ്റ്റ് ഗഡു പൈസ അയക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് PMA വഴിയിൽ ഉൾപ്പെടുത്തി അവർക്ക് വീട് സാങ്ഷൻ ആയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്.